ഹായ് ഗായ്സ്, ഗൽബ്രോന്നോട് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കിനി വോട്ടിംഗ് നാളത്തോടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, കഴിഞ്ഞ ആഴ്ചയുടെ വോട്ടിന്റെ തുടർച്ചയാണ് ഈ ആഴ്ച. നമ്മുടെ മുമ്പിൽ 8 നോമിനേഷൻസ് ആണുള്ളത്. റസ്മിൻ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള 8 പേര്, അവരിൽ നിന്ന് ഒരാളായിരിക്കും ഇത്തവണ പുറത്തു പോവുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അത് ജിൻഡോയാണ് തുടരുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ വോട്ടിന്റെ തുടർച്ച പോലെ തന്നെ ഈ ആഴ്ചയും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടെ മുമ്പ് ഉള്ള ഒരു തരംഗം ഇത്തവണ കണ്ടുവരുന്നില്ല. ഇപ്പോൾ 5,15,401 വോട്ട് നേടി 1ാം പൊസിഷൻ തന്നെ പിടിച്ചടക്കിയിരിക്കുകയാണ് ജിൻഡോ. 2ാം പൊസിഷനിൽ ജാസ്മിൻ ആണുള്ളത്. ജാസ്മിന്റെ വമ്പിച്ചൊരു മുന്നേറ്റം തന്നെയാണ് കണ്ടുവരുന്നത്. നല്ല രീതിയിലുള്ള വോട്ടിംഗ് മുന്നേറ്റം ജാസ്മിന്റെ ഭാഗത്തുനിന്നുണ്ട്. അമ്പരപ്പിക്കുന്ന ഒരു പ്രകടനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 3,87,211 വോട്ട് നേടി ജിൻഡോയുടെ തൊട്ട് ബാക്കിലായിട്ട് 2ാം പൊസിഷനിൽ തന്നെ നിലകൊള്ളുകയാണ് ജാസ്മിൻ. 3ാം പൊസിഷനിൽ അഭിഷേക് തന്നെയാണ് തുടരുന്നത്. അഭിഷേക് വോട്ട് ചെറിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടെ 3ാം പൊസിഷനിൽ തന്നെ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3,59,700 വോട്ട് നേടിയാണ് 3ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 4ാം പൊസിഷനിൽ അൻസിബയാണ് ഉള്ളത്. അൻസിബയുടെ വോട്ടിങ്ങിൽ ചെറിയൊരു കുറവ് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു മുന്നേറ്റം ഈ ആഴ്ചയിൽ കണ്ടുവരുന്നില്ല. ഒരു 3,53,421 വോട്ടിന്റെ ബലത്തിലാണ് 4ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 5ാം പൊസിഷനിൽ അർജുനാണുള്ളത്. അർജുൻ ഇപ്പോൾ നല്ലൊരു മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ അവസാനമായപ്പോൾ വോട്ടിംഗ് ഇടിവ് സംഭവിച്ച അർജുൻ ഈ തവണ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് അൻസിബയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3,58,070 വോട്ടാണ് നേടിയിരിക്കുന്നത്. വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. 6ാം പൊസിഷനിൽ റഷ്യയാണുള്ളത്. റഷ്യ ഡേഞ്ചർ സോണിലാണെന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇപ്പോൾ വോട്ടിംഗ് വളരെ കുറഞ്ഞു വന്നു. 2,68,750 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. ശ്രീധുവുമായി ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് റഷ്യ തന്റെ 6ാം പൊസിഷൻ പിടിച്ചെടുത്തത്. വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ് റഷ്യക്ക്. 7ാം പൊസിഷനിൽ ശ്രീധുവാണുള്ളത്. ശ്രീധു ഇപ്പോൾ നല്ലൊരു മുന്നേറ്റം നടത്തി വരികയാണ്. താൻ ഡേഞ്ചർ പൊസിഷനിലാണെങ്കിൽ കൂടെ റഷ്യയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2,65,321 വോട്ട് നേടി 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8ാം പൊസിഷനിൽ അപ്സരയാണുള്ളത്. ഈ ആഴ്ചയിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി ആണെങ്കിൽ കൂടെ നല്ലൊരു ഫൈറ്റാണ് അപ്സരയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ലാസ്റ്റ് നിൽക്കുന്ന 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപ്സരയ്ക്ക് 2,64,315 വോട്ട് നേടി 8ാം പൊസിഷനിലാണ്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക.